ഇൻട്രോവേർട്ട്, ആംബിവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ശരിക്കും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും. സോ അതുകൊണ്ട് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഇപ്പം സാമൂഹിക എന്താ പറയുക, ഇപ്പം സോഷ്യലൈസ് എന്ന് പറയുമല്ലോ, ഒരാൾക്കാർ സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ചായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പം ഇൻട്രോവേർട്ടായ ആൾക്കാർ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർമുഖത എന്നൊക്കെ മലയാളത്തിൽ പറയുമെങ്കിലും അത് അവർക്ക് അവരുടേതായ ഒരു ചെറിയ ലോകം കാണും. അതിൽ നല്ല അതിൽ അവർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പുള്ള കുറച്ച് പേര് കാണും. പക്ഷെ അവരുടെ അടുത്ത് മാത്രമേ അത്ര ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് കാണത്തുള്ളൂ. അതാണ് ഇൻട്രോവേർട്ടുകളുടെ പ്രത്യേകത. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഫ്രണ്ട്സായി കാണുകയും എല്ലായിടത്തും ഒരേ രീതിയിൽ ഒരു ന്യൂട്രലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ സോഷ്യലൈസ് ആയിരിക്കും. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ മിണ്ടാതിരിക്കുന്ന സമയത്ത് എക്സ്ട്രോവേർട്ട് കൂടുതൽ അങ്ങോട്ട് കയറി സംസാരിക്കുകയും കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പിനെ കുറച്ചുകൂടെ വാല്യൂ അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കും, എല്ലായിടത്തും സംസാരിക്കാനുമല്ല. ആംബിവേർട്ട് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ മിണ്ടാതിരിക്കുകയും എന്നാൽ മറ്റ് സാഹചര്യങ്ങളിൽ അവർ എല്ലായിടത്തും മിങ്കിളാവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നില്ല. ഇപ്പം ഇതിൽ ഏറ്റവും നല്ലതേത് ഏറ്റവും ചള്ളതേതെന്നൊരു കാറ്റഗറി അങ്ങനെ സംഭവമില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ലൈഫാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയുക ഡ്രാമ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലോണം ആടുക എന്നത് മാത്രമാണ് ജീവിതത്തിൻ്റെ ഒരു പരമമായ എന്താ പറയുക തത്വം. സോ ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരിക്കും. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഈവൻ ഒരു ക്രൗഡഡ് ആയ സ്ഥലത്ത് കൊണ്ട് നിർത്തിയാലും അവർക്ക് ലിമിറ്റഡ് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർ മോർ ഫോക്കസ് ഇൻറ്റു അവരുടേതായ കാര്യങ്ങളിൽ നല്ല ഫോക്കസ് ആയിരിക്കും. അതിപ്പോൾ എത്ര വലിയ ഒരു ക്രൗഡ് സ്ഥലത്ത് കൊണ്ടിട്ടാലും അവരങ്ങനെ ആയിരിക്കും. പിന്നെ പൊതുവേ ദുശീലങ്ങൾ കുറവുള്ള ആൾക്കാരായിരിക്കും. കാരണം നമ്മളിപ്പം ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ദുശീലങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. കുറച്ചുകൂടെ സോഷ്യലൈസ് ആകുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ കണ്ടതും നമ്മൾ വായിക്കുന്ന കാര്യം അങ്ങനെയാണ്. ഇപ്പോൾ എക്സ്ട്രോവേർട്ടുകളെല്ലാം വെള്ളം അടിക്കുന്നവരോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പാർട്ടി ചെയ്യുന്നവരോ ഒന്നും ആയിരിക്കത്തില്ല. അവരിലും നല്ലോണം പഠിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ നല്ലപോലെ നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെ പല രീതിയിൽ പോകുന്നവരുണ്ട്. ആംബിവേർട്ട് എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചേർന്നുള്ളതായിരിക്കും ആംബിവേർട്ട് എന്ന് പറയുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഇൻട്രോവേർട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു കുട്ടിയുടെ പ്രണയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസ് ചെയ്യണമെന്ന് വെച്ചോ, അവർ അതിൽ ഭയങ്കര എന്താ ഒരു ബാക്ക്വേർഡായിട്ടിരിക്കും. അത് ചെയ്തോ കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല, ഒരുപാട് തോട്ട്സ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് അത് ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ അവർ ധൈര്യമായിട്ട് പോയി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ഈ പ്രപ്പോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. ആംബിവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ധൈര്യം കണക്കിരിക്കും. സോ ഇതൊക്കെയാണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ആംബിവേർട്ടിനെ കുറിച്ചുള്ള ഒരു പൊതുവെയുള്ള ധാരണ. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്നത് സോഷ്യൽ ഫിയർ, സോഷ്യൽ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഇഷ്യൂസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രോവേർട്ടുകൾക്കുണ്ട്. പിന്നെ എല്ലാത്തിലും നല്ല നല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇപ്പോൾ ഐൻസ്റ്റീൻ തൊട്ട് ഇപ്പം ആരാ പറയുക, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മുടെ നരേന്ദ്രമോദി തൊട്ട് ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര്, ഇപ്പം മോഹൻലാലിൽ സന്തോഷ് ജോർജ് കുളങ്ങര തൊട്ട് ഒരുപാട് പേര് നമ്മൾ ഇൻട്രോവേർട്ടായിട്ട് അറിയും. ഇപ്പം തമിഴ് നടൻ വിജയ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സിനിമയിൽ കാണുന്ന പോലെ അല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്നാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല, നമ്മൾ കേട്ടതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് പറയാം. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് അവരെന്ന് വെച്ചാൽ ഭയങ്കര കിടിലം ആൾക്കാരാണ്. എല്ലായിടത്തും സംസാരിക്കുകയും വലിയ രീതിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ ആൾക്കാർ. ആംബിവേർട്ട് വെച്ചാൽ രണ്ടും കൂടെ ചേർന്ന് ആംബിവേർട്ടിൻ്റെയൊക്കെ എക്സാമ്പിൾ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല, നമ്മളങ്ങനെ ആരെയും കേട്ടില്ല. അപ്പം എക്സ്ട്രോവേർട്ടായാലും ഇൻട്രോവേർട്ടായാലും ആംബിവേർട്ടായിട്ട് അതിനെ കൂട്ടാൻ പറ്റും. ശരിക്കും ഇതൊരു കാറ്റഗറി ഒന്നും അല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ അവരുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട്. പിന്നെ ഈ ഇൻട്രോവേർട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വലിയൊരു പേരായിരിക്കും, അഹങ്കാരി, ധിക്കാരി, ആറ്റിറ്റ്യൂഡ്, ഹെഡ് വെയിറ്റ്, അങ്ങനെ ഒരുപാട്. ഇപ്പം ഈവൻ എൻ്റെയൊക്കെ റാഗിങ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈഗോ എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരുന്നത്, ഹെഡ് വെയിറ്റ്, ഈഗോ എന്നൊക്കെ. കാരണം ആർക്കും അധികം മിണ്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. അതുമല്ല ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, നീ സംസാരിക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വായിൽ അന്ന് ഓറഞ്ച് വാരി തയ്ച്ചു, ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കുത്തിവെച്ചു. 1 2 വേണ്ട ഉണ്ടായിരുന്നു റാഗിങ്ങിൻ്റെ സമയത്ത്, ഇപ്പോഴെങ്കിലും അല്ല UG ടൈം. സോ അതുകൊണ്ട് ഇൻട്രോവേർട്ടുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരേ സമയം അനുഗ്രഹവും ഒരേ സമയം ശാപവുമായിട്ടുള്ളൊരു ലൈഫായിരിക്കും. സോ അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അവർ നല്ല ആൾക്കാരാണ്. ആംബിവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും നല്ല ആൾക്കാരാണ്.
അവരുടെയൊക്കെ ഉദാഹരണങ്ങൾ ബാക്കി ഇൻട്രോവേർട്ട് അല്ലാത്ത എല്ലാവരും എക്സ്ട്രോയും ആംബിവേർട്ടും ആയിരിക്കുമല്ലോ. സോ നന്ദി, നമസ്കാരം.